എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആഭിചാരം, ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്, പുനർജനി. ഞാൻ ആലോചിച്ച് നോക്കുന്നത് മലയാളികളാണ്. നമുക്ക് ഭയങ്കര ബോധവും വിവരവും വിവേകവും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഇതൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇതേപോലുള്ള ന്യൂസുകൾ പുറത്ത് വരുമ്പോൾ മൂഞ്ചി തെറ്റി മുമ്പി കുത്തിയിരിക്കും. അരുണാചലിൽ മലയാളി ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും മരിച്ച സംഭവം നടന്നത് ടെലിഗ്രാം ബ്ലാക്ക് മാജിക്. എങ്ങനെ ഇരിക്കുന്നു? അടിമുടി ദുരൂഹതയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിലാണ്. അരുണാചൽ വരെ എത്തണം ഇനി ബന്ധുക്കളും ബാക്കിയുള്ള ആളുകളും. പോലീസ് പറഞ്ഞ ചെറിയൊരു വിവരത്തിന് മുകളിലാണ് ഇതിൽ ആഭിചാരം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇനിയുള്ള ഇൻവെസ്റ്റിഗേഷനും വരും ദിവസത്തുള്ള ന്യൂസുകളിലൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ. നാടിനെ നടുക്കിയ കൂട്ടമരണം ബന്ധുക്കൾ അറിയുന്നത് പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ്. ഇറ്റാനഗറിന് സമീപത്തെ സിറോ എന്ന സ്ഥലത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മൃതദേഹങ്ങൾ. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുകയാണെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ്. 3 പേരുടെയും ബന്ധുക്കളുടെ ഫോൺ നമ്പർ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് വിളിച്ചതും വിവരമറിയിച്ചതും. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ്റ്റ് നഗറിലെ അധ്യാപിക ലതയുടെയും ഏകമകളാണ് ദേവി. ഭർത്താവ് നവീൻ തോമസ് കോട്ടയം മീനടം സ്വദേശിയും റിട്ടയർഡ് ഉദ്യോഗസ്ഥരായ NA തോമസിന്റെയും അന്ന തോമസിന്റെയും മകനുമാണ്. നഗരത്തിലെ ചെമ്പക സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച ആര്യ. മേലുത്തുമല സ്വദേശി അനിൽകുമാറിന്റെ ഏകമകളാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം 3 പേരും ഇന്റർനെറ്റിൽ പരതിയിരുന്നതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ശരിവെക്കുന്നതാണ് ദേവിയുടെ ബന്ധു സൂര്യ കൃഷ്ണമൂർത്തിയുടെ പ്രതികരണവും. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ സ്കൂളിലേക്ക് പോയ ആര്യയെ കാണാനില്ലെന്ന പരാതിയാണ് ഇക്കഴിഞ്ഞ 27 വട്ടിയൂർക്കാവ് പോലീസിൽ ആദ്യം കിട്ടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ചുരുളഴിയുന്നതും. ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നെന്ന് മനസ്സിലായി. ദേവിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവ് നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ലെന്ന് മാത്രമല്ല അവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കളിൽ നിന്ന് വിവരം കിട്ടി. പോലീസ് പിന്തുടർന്നു. ഗുവാഹട്ടിയിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് വഴിത്തിരിവായി. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനകാലത്താണ് നവീനും ദേവിയും പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും. ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു. 28-ന് വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ച നവീന്റെ മരണവാർത്ത കേട്ട ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൂ. അപ്പൊ ദേവി നവീൻ അവര് 10-13 വർഷം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കോളേജിൽ നിന്ന് അങ്ങനെ കല്യാണത്തിലേക്ക് എത്തിയവരാണ്. അങ്ങനെ ഒരാൾ ക്രിസ്ത്യനും ഒരാൾ ഹിന്ദുവാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഇപ്പം തന്നെ കുറേ തമ്മിലുകൾ കണ്ടു. ഒരു മതം മാറ്റം എലമെൻറ്റും സംഗതികളും, മതം മാറി പിന്നെ ഇങ്ങനത്തെ ഈ സാത്താനിസം അങ്ങനത്തെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ അത് ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള റൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ ഫോർവേഡായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സൈഡിലൊരു സാധനം വെക്കാം. പൃഥ്വിരാജിൻ്റെ 7 അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ഞാൻ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയി. ആഡം ജോണോ അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ആ പടത്തിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഈ ബ്ലാക്ക് മാസ് അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെല്ലും. ഞാൻ ഒരു കേസ് പറയട്ടെ. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസികളാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ ചെകുത്താൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലും വിശ്വസിക്കുന്നവരും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസികളായ ആളുകൾ തന്നെ ചെകുത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്താണെന്നുണ്ടെങ്കിലും അയ്യോ വേറൊരു നീചശക്തി കാണുമെന്ന് വിശ്വസിക്കുമല്ലോ. ആ നീചശക്തിയിൽ വിശ്വസിച്ച് ആ നീചശക്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ആളുകളും ഈ ലോകത്ത് കാണുമല്ലോ എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. എന്താണെങ്കിലും ഇവിടെ എന്താ പറയുക, പല രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസ് ചെയ്യാറുണ്ട്. മയക്കുമരുന്ന്, കഞ്ചാവ്, പെൺവാണിഭം, ഇല്ലെങ്കിൽ കള്ളപ്പണം, ആയുധശേഖരം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ച് നടക്കുന്ന ആളുകളും അതല്ലെങ്കിൽ ഓർഗനൈസേഷനെയൊക്കെ അന്വേഷിക്കുന്ന ടൈമിൽ ഇതുകൂടി അന്വേഷിക്കണം. ഇതേപോലുള്ള ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഇതേപോലുള്ള ആഭിചാരം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട്
സ്പ്രെഡാവുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെയൊക്കെ ഗ്രൂപ്പുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നോക്ക്, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ജീവിതത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നങ്ങളും പ്രകടമായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും അധികവും ഇതിൽ പോയി ചാടുന്നത്. ഒന്നില്ലെങ്കിൽ സമ്പത്ത്, ഇനിയും സമ്പത്ത് ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് മക്കളില്ലാതെ തോന്നുന്നു. മേ ബി ആ ട്രാക്ക് വല്ലതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ പറയുന്നു പുനർജനി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോയി ചേർന്നതാണ്. ഇനി എന്താ പറയുക, പുനർജന്മത്തിനെ കുറിച്ചിട്ട് അവർ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. റീബർത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി. ഇത്രയും സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഇനി റീബർത്ത്, അത് ഈ അച്ഛനും അമ്മയ്ക്കും തോന്നുകയാണ്. അതൊക്കെ ഏത് രീതിയിലാണിത് എക്സിക്യൂട്ട് ആയതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു കത്ത് കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതോ ഇനിയിപ്പോൾ 3 ആളെയും കൂടിയും ഈ ടെലിഗ്രാം വഴി വേറെ എന്തെങ്കിലും സ്കീം പറഞ്ഞ് കൊണ്ടുവന്ന് തട്ടിക്കളഞ്ഞതാണോ എന്ന് അറിയില്ല ആളുകൾ. എന്താണെന്നുണ്ടെങ്കിലും നാട്ടുകാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൂടി എത്താം. പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. ഈ പയ്യൻ 17-ാം തീയതി ഇവിടുന്ന് പോയത്. ഭാര്യയും ആയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പയ്യന് നാട്ടുകാരുമായിട്ടൊന്നും അധിക സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. ഇവർ പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. അങ്ങനെയാണ് ആ ഒരു സംഘടന ത്രൂ ആണ് ഇവർ അരുണാചലിൽ പോയിട്ട്, ആ കൂട്ടത്തിൽ ഈ ഇവൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരൂടെയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഘടനയിൽ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുമോ, അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പരിചയമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് ആരുമായിട്ടും യാതൊരു പരിചയമില്ല, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. വന്നു കഴിഞ്ഞാൽ പരിക്കാത്തിരിക്കും. ഇവിടുത്തെ പിള്ളേരുമായിട്ടും ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ 13 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പിള്ളേരൊന്നുമില്ല. പിള്ളേരൊന്നും വേണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അവരുടെ. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം അവിടുന്ന് മെസ്സേജ് വരുന്നത്. ഇതുപോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ആയുർവേദ ഡോക്ടർക്കൊക്കെ ഇപ്പം ഇച്ചിരി കുറവല്ലേ. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് വെളിയിലോട്ടെങ്ങാണ്ട് വിടാനുള്ള പരിപാടിയൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ അരുണാചലിൽ എന്തിനു പോയതെന്ന് മനസ്സിലാകുന്നില്ല. 3 പേരൂടെയാണ് അവിടെ പോയിരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഇവിടെ സ്കൂളിലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് ആ സമയത്തൊക്കെ നല്ല സ്വഭാവം കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്നാണ് ഇവൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു സംഘടനയിലോട്ട് മാറി. അങ്ങനെ പുള്ളിയുടെ സ്വഭാവം മാറി. 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. എവിടെ പോകാമെന്നോ എന്നാന്നൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ അരുണാചലിലാണ് ഇപ്പം സംഭവം നടന്നിരിക്കുന്നത്. സിറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അരുണാചലിൽ തവാങ്കിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പുള്ളി തിരക്കിട്ട് വിശദവിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ മെസ്സേജ് ഇന്ന് ഇവിടുന്ന് ഈ മരിച്ച നവീൻ്റെ അപ്പാപ്പൻ ബോണി എന്ന് പറഞ്ഞ പയ്യൻ പോയിട്ടുണ്ട്. പിന്നെ 2 പേരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അവരിന്ന് അരുണാചലിന് ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. ആ തിരുവനന്തപുരത്ത് നിന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും കൂടെ കൂട്ടത്തിൽ ഒന്നിച്ച് പോകാനായിട്ടാണ്. അവരിപ്പോൾ ഇവിടുന്ന് പോയിട്ട് 1/2 മണിക്കൂറായി പോയിട്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സ്ഥലത്തെ MLA ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അവിടുത്തെ പോലീസിൻ്റെ നടപടിയെല്ലാം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പുനർജനി, ടെലിഗ്രാമിലൂടെയുള്ള സാത്താൻ സേവ, ബ്ലാക്ക് മാജിക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്കൊരു ലൈഫ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ലൈഫ് ഞാൻ പറയുമ്പോൾ ഒരു ദൈവത്തിനും ഒരു ചെകുത്താനും അടിയറവ് പറയേണ്ടതോ അല്ലെങ്കിൽ അവരെ മുന്നിൽ കൊണ്ടുപോയി വെക്കേണ്ടതോ ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു സംഗതികളില്ല. ചെകുത്താനാണോ അത് നിങ്ങളായിരിക്കും, ദൈവമാണോ അത് നിങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ വിശ്വസിച്ചോ. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. ഞാൻ പോയിട്ട് ഒരാളായിട്ട് വളരെ മോശമായിട്ട് ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനാണ് ചെകുത്താൻ. എനിക്കൊരാളെ സഹായിക്കണമെന്ന് തോന്നി ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിച്ചം വന്നത് വെച്ച് ഞാൻ ഒരാളെ സഹായിക്കുന്നു, ഞാനാണ് ദൈവം. അല്ലാതെ ഇല്ലാത്തൊരു സംഗതിക്ക് വേണ്ടിയിട്ട്
ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിലൂടെ ദൈവവിശ്വാസവും അങ്ങനത്തെ സാധനങ്ങൾ കയറിപ്പോകുമ്പോൾ വളരെ സൈലൻ്റായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഇടയിൽ ഈ പറഞ്ഞ സ്ലീപ്പർ സെല്ല് പോലെ കിടക്കുന്നുണ്ട് എന്ത്, ഈ സാത്താൻ, ചെകുത്താൻ, ബ്ലാക്ക് മാജിക്, ആഭിചാരം, ദുർമന്ത്രവാദം എന്ന് പറഞ്ഞ പരിപാടികൾ. ഇതൊക്കെ മറ്റതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. വിശ്വാസം, ദൈവം, വിശ്വാസം എന്ന് പറഞ്ഞ സാധനത്തിന് വേറെ ബൈ പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ പറയുന്നു, ഇതൊരു ക്രിസ്ത്യൻ റിലീജിയനിൽ മാത്രം അങ്ങനെ കണ്ടുവരുന്നതോ അവിടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള സംഗതി. എന്താ മുസ്ലിംസിന് എന്താ ചെകുത്താനില്ലേ? ഹിന്ദുസിന് എന്താ ചെകുത്താനില്ലേ? സംഗതികളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഇപ്പം ആഭിചാരം, ദുർമന്ത്രവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ ഒരു മറ്റേ സ്വാഹ പരിപാടികളുണ്ടല്ലോ, ഉണ്ട്. മുസ്ലിംസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഉസ്താദുമാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടയിലൊക്കെ വെച്ച് നടക്കുന്ന ആളുകൾ. ഇതൊക്കെ എല്ലാ മതങ്ങളുടെ ഇടയിലും ഉള്ള സംഗതികൾ തന്നെയാണ്. ഞാൻ ഉള്ളോ, ഇഫ് യു തിങ്ക് ഗോഡ് ഉണ്ട്, ഇപ്പുറത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിചാരിക്കാത്തവരൊന്നുമില്ലല്ലോ. ദൈവം മാത്രം ലോകത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന വിശ്വാസികളൊന്നുമില്ലല്ലോ. അപ്പുറത്ത് ചെകുത്താനുണ്ടെന്ന് വിശ്വസിക്കുമല്ലോ അവർ. ദൈവവിശ്വാസികൾ ചെകുത്താനും വിശ്വസിക്കും. അപ്പോൾ ചെകുത്താനെ വിശ്വസിച്ചിട്ട് വേറെ കുറേ ആൾക്കാർ ഒപ്പം പോവും. ലാസ്റ്റ് മൂഞ്ചി തെറ്റിയിരിക്കും.